അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരത്തിലാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഉള്ളത്. ജാമ്യം തേടി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിക്കും. 14 ദിവസത്തേക്കാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ രാഹുൽ ഈശ്വറിനെ റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ജയിലിനുള്ളിൽ, പൂജപ്പുര സെൻട്രൽ ജയിലിനുള്ളിൽ രാഹുൽ ഈശ്വർ നിരാഹാരത്തിലാണ് എന്നറിയുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ? എന്താണ് നിരാഹാരം? എന്താണ് രാഹുലിൻ്റെ ലക്ഷ്യം? ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ റിമാൻഡ് നടത്തിയപ്പോൾ തന്നെ, റിമാൻഡുമായി ബന്ധപ്പെട്ട റിമാൻഡ് ഉത്തരവ് വന്നപ്പോൾ തന്നെ ഇത് കള്ളക്കേസാണ്, അതുകൊണ്ട് തന്നെ താൻ ഗാന്ധിയൻ മാർഗത്തിൽ ജയിലിൽ നിരാഹാരം അനുഷ്ഠിക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ജയിലിലെത്തിയ ശേഷം ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്നലെ വെള്ളം മാത്രം മതി എന്നായിരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞത്. അതേ സമാനമായ രീതിയിൽ ഇന്ന് രാവിലെ ഭക്ഷണം വേണ്ട, വെള്ളം മാത്രം മതി എന്ന് ജയിലധികൃതരെ അറിയിച്ചിട്ടുണ്ട്. താൻ നിരാഹാരത്തിലാണ്, വെള്ളം മാത്രം കുടിച്ച് മുന്നോട്ട് പോകും. ഇത്തരത്തിൽ നിരാഹാര സമരം ഗാന്ധിയൻ മാർഗത്തിൽ നടത്തി തനിക്കെതിരെ ഒരു അനീതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രചാരണം അത് കൃത്യമായി ഉന്നയിക്കാനാണ് രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നത്. അതേസമയം ജയിൽ നിയമപ്രകാരം ഏതെങ്കിലും രീതിയിൽ ഈ നിരാഹാര സമരം ജയിലിനുള്ളിൽ നടത്തുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ നിരാഹാര സമരത്തിലേക്ക് പോയാൽ ഈ നിരാഹാര സമരം നടത്തുന്ന ആളെ, അത് തടവുകാരനെയാണെങ്കിലും റിമാൻഡ് പ്രതിയാണെങ്കിലും കാണാൻ പോലും, അതായത് അഭിഭാഷകനെ കാണാൻ പോലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. എന്തായാലും ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട നിയമ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുമെന്നാണ് അറിയുന്നത്. ഇന്നലെയാണ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 15 ദിവസത്തേക്ക് രാഹുൽ ഈശ്വറെ റിമാൻഡ് ചെയ്തത്. ഈ 15 ദിവസം എന്ന് പറയുന്നത് ഈ മാസം ഡിസംബർ 14 ദിവസം, അതായത് ഡിസംബർ 15 വരെയാണ് ഈ റിമാൻഡ്. സ്വാഭാവികമായി അതിനു മുൻപ് തന്നെ ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ പോയി ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് അഭിഭാഷകർ, പ്രത്യേകിച്ച് രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകർ പറയുന്നത്. അതേസമയം രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകി കഴിഞ്ഞാൽ സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കുമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. അതിന് തെളിവുകളുമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ താൻ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വീഡിയോകൾ ചെയ്യും, ഫേസ്ബുക്കിൽ എഴുതുമെന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഈ പ്രോസിക്യൂഷന്റെ വാദം ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എസ് കെ. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.